നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ഇപ്പോൾ വേളി കടൽ തീരത്ത് ഒരു അജ്ഞാത മൃതദേഹം കരക്കടിഞ്ഞിരിക്കുകയാണ്. പല ആളുകളും ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ അബദ്ധത്തിൽ കടലപകടത്തിലൊക്കെ തന്നെ തിരമാലയിൽപ്പെട്ട അപകടത്തിൽ പെടുമ്പോഴൊക്കെ തന്നെ മൃതദേഹം അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ ഒക്കെ തന്നെ മൃതദേഹങ്ങൾ പല കരയ്ക്ക് അടിയാറുണ്ട്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹവും 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് കരയ്ക്കടിഞ്ഞിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഈ മൃതദേഹം കരയ്ക്കടിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് മൃതദേഹത്തിന്റെ കൈകൾ മുണ്ടുപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ്. അതുകൊണ്ടാണ് ഇത് ഒരു കൊലപാതകത്തിന് ശേഷം മൃതദേഹം വലിച്ചെറിഞ്ഞതാണോ അതോ ആരോ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നത്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമാണെന്ന് തോന്നിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. 40 മുതൽ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടേതാണ് മൃതദേഹമെന്നും തുമ്പ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ശരീരത്തിൽ ഈ പറഞ്ഞതുപോലെ കൈകൾ കെട്ടിയ നിലയിലാണ് എന്ന് പറഞ്ഞു. മൂക്കിൽ നിന്ന് രക്തം വന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് വേളി പള്ളിക്ക് സമീപം മൃതദേഹം കടലിൽ ഒഴുകുന്നത് കണ്ട അവിടെയുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് മൃതദേഹം പുറത്തെത്തിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളത് തിരിച്ചറിയുകയുള്ളൂ. കടലിൽ വീണുള്ള മരണം തന്നെയാണോ, ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ആണോ മരണത്തിന് കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ആരെങ്കിലും കൊലപ്പെടുത്തി കടലിൽ തള്ളിയതാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുമെന്നും തുമ്പ പോലീസ് അറിയിച്ചു കഴിഞ്ഞു. രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇവരാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തി പരിശോധന നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലെ മിസ്സിംഗ് കേസുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ആരെങ്കിലും കൊലപ്പെടുത്തി കടലിൽ തള്ളിയതാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുമെന്നും തുമ്പ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സംശയത്തിനുള്ള കാരണം എന്ന് പറയുന്നത് മൃതദേഹത്തിൽ കണ്ടിട്ടുള്ള ഈ ചില അടയാളങ്ങളാണ്, തെളിവുകളാണ്. അതായത് കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് രക്തം വന്ന് ചോര കട്ട പിടിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും മരണകാരണം വ്യക്തമാവുകയുള്ളൂ. പോലീസും പരിശോധന റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. അല്ലാതെ തന്നെയുള്ള മിസ്സിംഗ് കേസുകളും അന്വേഷിച്ച് വരികയാണ്.